നമസ്കാരം. ഘൃതസ്മൃതി ബുദ്ധ്യാഗ്നി ശുക്രൗജ കഫമേതോ വിവർധനം ആയുപരം ബലകരം സുരവർണ പ്രസാദനം എന്നുള്ളത് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നല്ലേ? മറ്റൊന്നുമല്ല, നെയ്യിനെ കുറിച്ചിട്ടാണ്. സ്നേഹാനം ശ്രേഷ്ഠം ഘൃതം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ആയുർവേദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത്, അതായത് ഓയിൽ തുടങ്ങിയിട്ടുള്ള ഇത്തരം സ്നേഹന ദ്രവ്യങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് പറയുന്നത് ഘൃതം അല്ലെങ്കിൽ നെയ്യിനെ കുറിച്ചിട്ടാണ്. പഴമക്കാർ ഇതിനെ സ്വർണമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയേറെ നമുക്ക് ആരോഗ്യത്തിന് ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് നെയ്യ് എന്നുള്ളത്. ഇനി നെയ്യ് ഒരു ദിവസത്തിൽ ഒരു സ്പൂണിൽ കൂടുതലായിട്ട് കഴിക്കേണ്ടതില്ല. ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ള അറിയണ്ടേ? പ്രധാനമായിട്ടും നമുക്ക് പലവിധ പ്രശ്നങ്ങളും വരുന്നത് ദഹനത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഈ ദഹനം മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പില്ലായ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ദഹനം കൃത്യമായിട്ടില്ലെങ്കിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. എല്ലാവരും കരുതും അസിഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ അമിതമായിട്ടുള്ള തലവേദന, മലബന്ധ പ്രശ്നം, പ്രമേഹം, ചർമ്മ പ്രശ്നം, താരൻ ഇവയെല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. ഈ ദഹന പ്രശ്നം ഇല്ലാതാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് നെയ്യ്. ഇന്നും രാവിലെ വെറും വയറിൽ 1 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് തന്നെ നമുക്ക് പലർക്കും ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ദഹനത്തിന് പ്രശ്നങ്ങൾ വരുന്ന അത്തരം ലാക്ടോസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്ക് പോലും നെയ്യ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നെയ്യ് പോലും ഒഴിവാക്കാറുള്ളത്. അപ്പം ഇത് മാത്രമല്ല, ഇനി പൈൽസ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് നെയ്യിൽ നന്നായിട്ട് ചെറിയുള്ളി കുറച്ചധികം തന്നെ മൂപ്പിച്ചിട്ട് കഴിക്കുന്നതും നല്ലതാണ്. ഇനി അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലിൽ മലബന്ധം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല ശരീരബലം കിട്ടാനായിട്ടും അല്ലെങ്കിൽ കാന്തി കോംപ്ലക്ഷൻ, ബോഡിക്കൊരു ഹെൽത്തി കോംപ്ലക്ഷൻ സ്കിന്നിനൊക്കെ കൊടുക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറെ നല്ലതാണ്. അതുമാത്രമല്ല, കുട്ടികൾക്കൊക്കെ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മെമ്മറി അല്ലെങ്കിൽ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഓർമ്മശക്തി കൂടുതലായിരിക്കും. സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളുണ്ട്, വിശപ്പില്ലായ്മ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ചൂടുള്ള ചോറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് അല്ലെങ്കിൽ അല്പം ഇന്ദുപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ഉരുളയിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ദഹനരസങ്ങളെയൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശപ്പുണ്ടാക്കാൻ നല്ലതാണ്. മിതമായ അളവിൽ നെയ്യ് കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുകയും